പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അടുത്ത വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമാവുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ ആ പുണ്യ റബീഇന്റെ വസന്തത്തെ സ്വീകരിക്കാൻ, മുത്തുനബിയോടുള്ള മഹബ്ബത്തുകൾ പൂർവോപരി പ്രകടിപ്പിക്കാൻ, അവിടുത്തെ മൗലിദ് ധാരാളം ചൊല്ലാൻ, അവിടുത്തെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ, അവിടുത്തെ സുന്നത്തുകൾക്ക് വേണ്ടി നിലകൊള്ളാൻ അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. പ്രത്യേകം സന്തോഷിക്കാനും പ്രത്യേകം ആഹ്ലാദിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ പ്രത്യേകം അല്ലാഹു തആല മാറ്റി നിർത്തിയത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ അല്ലാഹു തആല റമളാനിലാക്കിയില്ല, ദുൽഹിജ്ജയിലാക്കിയില്ല, മറ്റ് റബീഉൽ അവ്വൽ അല്ലാത്ത മറ്റു മാസങ്ങളിലാക്കിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റമളാനിലാക്കിയാൽ നമ്മൾ പറയുന്നത് റമളാൻ മഹത്വമാണെന്ന്, ദുൽഹിജ്ജയിലാക്കിയാൽ നമ്മൾ പറയും അത് ഹജ്ജിന്റെ ഇബ്രാഹിം നബിയുടെ ഒക്കെ സ്മരണയാണെന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ മുത്തനബിക്ക് കിട്ടേണ്ട ബഹുമാനവും ആദരവും ലഭിക്കുകയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് വേണ്ടിയിട്ട് റബീഉൽ അവ്വൽ എന്ന് പറയുന്ന വസന്തത്തിന്റെ വിശുദ്ധമായ മാസത്തെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ആ മുത്തുനബിയെ നമ്മൾ വളരെയേറെ സ്നേഹിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. നാമൊക്കെ മുസ്ലിമീങ്ങളാണ്, നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, നമ്മൾ നിസ്കരിക്കുന്നവരാണ്, തലമറക്കുന്നവരാണ്, താടി വെക്കുന്നവരാണ്, പല സുന്നത്തോടൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. നിർബന്ധമായ കാര്യങ്ങൾ എന്തായാലും ഒരു വിശ്വാസം ചെയ്തേ പറ്റൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ടോ എന്നറിയില്ല നമുക്ക് ഈമാനിന്റെ മധുരം ലഭിക്കുന്നില്ല. ഈമാനിന്റെ അനുഭൂതി ഒരു മുസ്ലിം എന്ന നിലക്ക് ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ഈമാനിന്റെ മധുരം ലഭിക്കണമെങ്കിൽ, ഈമാനിന്റെ അനുഭൂതി ഒരു മുഅ്മിൻ എന്ന നിലക്ക് അത് ആസ്വദിക്കാൻ സാധ്യമാകണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ ഘടകമാണ് അല്ലാഹുവും അവന്റെ റസൂലും അതേ തന്റെ എല്ലാ വസ്തുക്കളെക്കാളും, തന്റെ ശരീരത്തെക്കാളും, താൻ ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളെക്കാളും അല്ലാഹുവും റസൂലും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറുക എന്നുള്ളതാണ്. ഇഷ്ടം, സ്നേഹം എന്നുള്ളത് അതൊരു വലിയ ലോകമാണ് പ്രിയപ്പെട്ടവരെ. അത് നാം സ്നേഹിക്കണം. പലപ്പോഴും നമ്മളൊക്കെ നിസ്കരിക്കുന്നത് പടച്ച റബ്ബിനെ പേടിച്ചത് കൊണ്ട് മാത്രമാണ്. അള്ളാഹിനെ പേടിച്ചിട്ട് നിസ്കരിക്കുന്നു, അള്ളാഹിനെ പേടിച്ചിട്ട് ജുമുഅക്ക് വരുന്നു. പോരാ, പേടി വേണം, പേടി വേണം, അതോടൊപ്പം സ്നേഹവും വേണം. പലപ്പോഴും നമ്മൾ സ്നേഹം, നമ്മുടെ സ്നേഹങ്ങൾ വാക്കിലൊതുങ്ങുമ്പോൾ, മുത്തുനബിയോടുള്ള സ്നേഹം വാക്കിലൊതുങ്ങിയാൽ പോരാ, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ നിന്ന് അത് നിർഗളിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെയാണ് മുത്തുനബിയോടുള്ള സ്നേഹം ഉണ്ടാവുക? മുത്തുനബിയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരാഴ്ച സമയം നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. ആ വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ സ്വീകരിക്കാൻ ഇന്നു തന്നെ നാം തയ്യാറെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സൊന്ന് ശുദ്ധിയാക്കണം, പ്രത്യേകം ഒന്ന് തൗബയൊക്കെ ചെയ്ത് ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിലൂടെ അല്ലാഹുവും റസൂലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മാറി ആ ഈമാനിന്റെ മധുരം എനിക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നുള്ള പ്രതിജ്ഞ ഈ സമയത്ത് തന്നെ നാം എടുക്കുകയും തൗബ ചെയ്ത് നമ്മുടെ മനസ്സ് നന്നാക്കി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് വായിക്കും, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേൾക്കും, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിക്കും. എത്രയാണ് പഠിക്കാനുള്ളത്, എത്രയാണ് അവിടുത്തെ ചരിത്രം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടുത്തെ ചരിത്രം സസൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാൾക്കും ഒരൊറ്റ മൈനസ് പോയിന്റ് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇത് കേവലം വാചക കസർത്തുകളല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടിച്ചു താഴ്ത്താനും ശ്രമിച്ച എത്രയോ വിരോധികൾ അവസാനം പഠിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഉന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ ചരിത്രം ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇന്നലകളിലും കഴിഞ്ഞ കാലങ്ങളിലുമായി ഒട്ടനവധി സംഭവങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ചില യുക്തിവാദികളും നിരീശ്വരവാദികളും മഹനീയമായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തെ മറച്ചു വെച്ച് തെറ്റായ ചരിത്രങ്ങൾ ഉണ്ടാക്കി തെറ്റായ മെസ്സേജുകൾ സമുദായത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കുകയും അവിടുത്തെ മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ജീവിത ചരിത്രം നാം ശരിക്കും പഠിച്ച് വിലയിരുത്തി മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ മുന്നോടിയായി
കൂടിയായി നാം എടുക്കേണ്ട പ്രധാനപ്പെട്ട പ്രതിജ്ഞ, ഞാൻ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വായിച്ചിരിക്കും എന്നൊരു പ്രതിജ്ഞയാണ്. എന്റെ ഭാര്യയെ കൊണ്ട് ഞാനൊരു പുസ്തകം വായിപ്പിക്കും, എന്റെ മക്കൾക്ക് ഞാനൊരു പുസ്തകം നിർദ്ദേശിച്ചു കൊടുക്കും, എന്റെ മക്കൾക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇതൊന്നുമില്ലാതെ കേവലം ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞ് എനിക്ക് മുത്തനബിയോട് സ്നേഹമുണ്ടെന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ? അതുകൊണ്ട് ആ നിലക്ക് ക്രിയാത്മകമായ വ്യവസ്ഥാപിതമായ രൂപത്തിൽ നാം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടെ സ്വശരീരത്തെക്കാളും ഇഷ്ടപ്പെട്ടവരായി നമുക്ക് മാറുകയുള്ളൂ. മുത്തുനബിയോടുള്ള സ്നേഹം, മുത്തുനബിയിലൂടെയുള്ള സ്നേഹം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ്. അള്ളാഹിനോട് സ്നേഹം വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട്, മുത്തുനബിയിലൂടെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനേക്കുള്ള ആ സ്നേഹം മുത്തുനബിയിലൂടെയാണ് ചെന്നു ചേരുന്നത്. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം, മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കണം. ഈ രണ്ടു സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാനിന്റെ മധുരം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് കേവലം ഒരു മുസ്ലിം എന്നതിലുപരി യഥാർത്ഥ മുഅ്മിനായി നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാൻ പോകുന്ന വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ വേണ്ടതുപോലെ സ്വീകരിച്ച് ഉപയോഗപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.